السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وأصحابه الصدق والوفاء أما بعد. അത്യാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അർദ്ധസത്യങ്ങൾക്കുമേൽ നുണകൾ ചേർത്ത് പെരും നുണകളാക്കി അവതരിപ്പിക്കുന്ന ഒരു കാലത്ത് സത്യാനന്തര കാലത്തെ മാധ്യമങ്ങൾ ധർമ്മം മറന്നുകൂടുകയാണ് എന്ന വിഷയം ഏറെ പ്രസിദ്ധമാണ്. നുണകൾ ക്ഷമാർഹമല്ലാതിരുന്നൊരു കാലത്ത് നിന്ന് കുറച്ചുകൂടി ചില സാഹചര്യങ്ങളിൽ സ്വീകാര്യമാണ് എന്ന സ്ഥിതിയിലേക്ക് സമൂഹം മാറുന്നതോടെയാണ് സത്യാനന്തരം ആരംഭിക്കുന്നത്. സത്യാനന്തരം അഥവാ പോസ്റ്റ് ട്രൂത്ത് എന്നത് 2006 ഓക്സ്ഫോർഡ് ഡിക്ഷണറി ദ വേർഡ് ഓഫ് ദി ഇയർ ആയി പ്രഖ്യാപിച്ചതോടെയാണ് കൂടുതൽ ജനശ്രദ്ധ നേടുന്നത്. സെർബിയൻ അമേരിക്കനായ സ്റ്റീവ് ടെസിക് 1992 തൻ്റെ പ്രബന്ധത്തിലാണ് ആദ്യമായി ഈ പ്രയോഗം കടന്നു വരുന്നത്. 2004 അമേരിക്കൻ എഴുത്തുകാരനായ റാൽഫ് കാസ് കൂടി ദ പോസ്റ്റ് ട്രൂത്ത് ഇറ എന്നൊരു പുസ്തകം കൂടി രചിച്ചപ്പോൾ കൂടുതൽ ശ്രദ്ധയാകർഷിച്ചു. സത്യാനന്തര കാലത്ത് നുണകൾ പ്രധാനമായും കീഴടക്കുന്നത് മാധ്യമങ്ങളെയാണ്. കാണുന്നതിലും കേൾക്കുന്നതിലും മിഥ്യയുടെ കഴുപ്പുള്ള കാലത്ത് ആ മിഥ്യകൾ സമൂഹത്തെ ആകെ ബാധിക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ മാധ്യമങ്ങളെ സ്ഥിതി പരിശോധിച്ചാൽ ഇസ്ലാമോഫോബിയ പരത്തുന്നതിൽ മാത്രം ചുരുങ്ങിപ്പോയിരുന്നതായി കാണാം. കേബിൾ TV പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടിൽ ഒരു ദിവസം സംപ്രേഷണം ചെയ്യുന്ന വാർത്തകളിൽ 70% ഇസ്ലാമോഫോബിയ പരത്തുന്നവയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ ഇത്തരം വ്യാജ വാർത്തകളാണ് അമേരിക്കൻ ജനതയെ ഭീതിയിൽ നിർത്തുന്നതും. ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ സ്ഥിതിയും ഇതുപോലെ തന്നെയാണ്. ഭരണകൂട താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആടുന്നവയാണ് അധിക മാധ്യമ സ്ഥാപനങ്ങളും. 2014 ഇപ്പുറമാണ് ഈ അസത്യ കച്ചവടം ഇന്ത്യയിൽ ഇത്ര സജീവമായി തുടരുന്നത്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലാണ് ഈ കമ്പോളങ്ങൾ പ്രധാനമായും തുറക്കുന്നതും നിറയുന്നതും. 2019 രണ്ടാം BJP സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനുള്ള ആസൂത്രണങ്ങളുമായിട്ടാണ് അർണബ് ഗോസ്വാമിയുടെ കീഴിലുള്ള റിപ്പബ്ലിക് TV തുടങ്ങുന്നത്. പ്രാദേശിക നേതാവായിരുന്ന നരേന്ദ്രമോദിയെ ഒരു സൂപ്പർമാനോളം വളർത്തുന്നതിൽ അർണബ് ഗോസ്വാമിയോളം പരിശ്രമിച്ച മാധ്യമ പ്രവർത്തകരില്ല. അതിനൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധതയും വർഗീയതയും കൂടി ചേർത്ത് വെച്ചു. അതുകൊണ്ടാണ് റിപ്പബ്ലിക് TV അർണബ് ഗോസ്വാമിയുടേതാണെങ്കിൽ പോലും ഐഡിയോളജി മോദിയുടേതാണെന്ന് ദ വെയർ ന്യൂസിന് എഴുതേണ്ടി വരുന്നത്. ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. 2020 ഇൻസീഡർ പുറത്തുവിട്ട കണക്കിൽ 1500 പരം വരുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവ വിരലിലെണ്ണാവുന്നവ മാത്രമാണ്. രാജ്യത്ത് ഹിന്ദിയിൽ മാത്രം 240 പരം ടെലിവിഷൻ ചാനലുകളും 24,000 പരം ന്യൂസ് പേപ്പറുകളും ഉണ്ട്. കൂടാതെ എണ്ണിയാലൊടുങ്ങാത്ത ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങൾ വേറെയും. ഇത്രമേൽ ബൃഹത്തായ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള ഒരു രാജ്യത്ത് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ എണ്ണം അതിഭീകരമാണ്. ഭരണകൂടത്തിൻ്റെയോ മറ്റു തൽപര കക്ഷികളുടെയോ താൽപ്പര്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വഴങ്ങി എത്ര തരം താരാനും തയ്യാറാണ് എന്ന സ്ഥിതിയിലേക്ക് മാധ്യമങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ നിലനിൽപ്പിന് ചില സത്യങ്ങൾ മറച്ചുവെക്കേണ്ടതുണ്ട്, ചില നുണകൾ ആവശ്യമാണ് എന്ന ധാരണയിൽ നിന്നാണ് ഇത്തരം സത്യത്തിൻ്റെ വക്താക്കളോടുള്ള വെറുപ്പ് പൊടിയുന്നതും അതിനെ തങ്ങൾക്ക് അധീനതയിൽ വരുത്താനുള്ള ശ്രമങ്ങളുണ്ടാകുന്നതും. സമീപകാലത്ത് നടന്ന ആൾക്കൂട്ടാക്രമണങ്ങളിലും സാമൂഹിക തർക്കങ്ങളിലും ചെറുതല്ലാത്ത പങ്ക് മാധ്യമങ്ങൾക്കുണ്ട്. പല പ്രൈം ടൈം ചർച്ചകളിൽ പോലും കാള പറ്റതൊക്കെയാണ് വിഷയങ്ങളായി വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന ഒരു സ്വാഭാവികമായ ബോധത്തെ പോലും വിസ്മരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ സാമൂഹികതയെ മുൻപെങ്ങുമില്ലാത്ത വിധം ഇത്രമേൽ നുണകളാൽ നിറക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾ ഇറങ്ങിയൊരവസരത്തിൽ സത്യത്തെയും അസത്യത്തെയും
യഥാർത്ഥമായി മനസ്സിലാക്കുന്ന മാധ്യമധർമ്മത്തെ നിറവേറ്റുന്ന മാധ്യമങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.